ഹായ്, നമ്മളിപ്പോൾ ഉള്ളതേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കുറേ പേര് പഠിച്ചിരുന്നൊരു കോളേജിൻ്റെ മുമ്പിലാണ് കേട്ടോ. അതുകൊണ്ട് ഈ കാണുന്നൊരു കോളേജായിരുന്നു. ഇപ്പോൾ എല്ലാം കാട് കയറി മുടി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അതുകൊണ്ട് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇതുപോലെ കുറേ കൽത്തൂണുകൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തേക്കൊക്കെ പോയി എല്ലാ അകത്തേക്ക് കയറിയുന്ന എല്ലാ കാഴ്ചകളും കാണാം കേട്ടോ. തന്നെ ഉള്ളൂ, ഇവിടെ അടുത്തുനിന്ന് ഒരാൾ പോലും ഇല്ല കേട്ടോ. വീടോ കാര്യങ്ങളൊന്നുമില്ല. ഇത് വലിയൊരു മലയുടെ മുകളിലാണേ. വലിയ വളവും കയറ്റമൊക്കെ കയറി വേണം ഇങ്ങോട്ട് വരാനായിട്ട്. ഈ സ്ഥലം ഇപ്പോൾ കോളേജ് മല എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ കോളേജ് ഇപ്പോൾ ട്രാക്കുളക്കോട്ട എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്കും ചെറിയൊരു ഭീകരതയൊക്കെ അനുഭവപ്പെടും കേട്ടോ. കാരണം ഒറ്റപ്പെട്ട സ്ഥലം, ഒരു വീടോ ഒന്നുമില്ല അടുത്ത്, ചുറ്റും കാടും ഒക്കെയാണ്. അതുകൊണ്ട് ഈ കാണുന്നതൊക്കെ ഒരേ ക്ലാസ് മുറികളാട്ടോ. ഇവിടെയൊക്കെ എത്രയോ ആളുകൾ ഇരുന്ന് പഠിച്ചതായിരിക്കും അല്ലേ. ഇപ്പോൾ ഈ കോളേജിൻ്റെ ചരിത്രത്തെ പറ്റിയൊക്കെ ഞാൻ പറയുന്നുണ്ടേ. ഭാഗത്തൊക്കെ വലിയ മരങ്ങളൊക്കെ കയറി നിൽക്കുകയാണ്. ഇത് ഏതാണ്ട് 10-18 ഹെയർ പിന്ന് വളവുകൾ കയറി വേണം കേട്ടോ ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ആൾക്കാരെ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടുന്ന വിദ്യാർത്ഥികളും ടീച്ചേഴ്സും ഒക്കെ ഉണ്ട്. ഭിത്തിയിലൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം വരച്ചാണോ പണ്ട് വരച്ചാണോ അറിയത്തില്ല. എനിക്ക് അകത്തൊക്കെ ഇന്നൊരവസ്ഥയാണ്. എന്തായാലും നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഈ കോളേജ് ഇരിക്കുന്നത്. അപ്പുറത്തേക്കൊക്കെ നല്ല പുൽമേടും മലയൊക്കെയാണ്. അപ്പം ഈ കോളേജിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ 1968 മുതൽ 77 വരെ ഈ കോളേജ് പ്രവർത്തിച്ചിരുന്നത്. ഇത് പണിത് ദേവസ്വം ബോർഡാണ്. അപ്പോൾ ഇത് കൂട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ്, യാത്ര ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇത്രയും വലിയ വളവും കയറ്റമൊക്കെ കയറി. ഇതൊരു വലിയ മലയുടെ മുകളിലാണ് കേട്ടോ. അത് നമ്മൾ വന്നു കഴിഞ്ഞെങ്കിൽ മനസ്സിലാകത്തുള്ളൂ എന്നാ ബുദ്ധിമുട്ടാണ് കയറി വരാൻ. അന്നത്തെ കാലത്ത് ഇത്രയും വാഹനങ്ങളൊന്നും ഇല്ലല്ലോ. ഇതുണ്ട് ബോർഡൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിലെ. എത്ര വർഷം മുമ്പ് എഴുതിയതായിരിക്കും അല്ലേ. ഈ കോളേജിൻ്റെ ചുറ്റും വലിയ പുൽമേടും മലകളൊക്കെയാണ്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം തീ പിടിച്ച് കൊടുക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇത് അന്നത്തെ കാലത്ത് ഇടുക്കിയിലെ തന്നെ ഒരു പ്രമുഖ കോളേജായിരുന്നു കേട്ടോ. അന്ന് ഇരട്ടയാറ്, കട്ടപ്പന എന്നീ മേഖലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളൊക്കെ വന്ന് പഠിച്ചുകൊണ്ടിരുന്ന ഇവിടെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഗവൺമെൻറ് കോളേജ് വന്നു. പിന്നെ അതൊക്കെ തന്നെ പൂട്ടിപ്പോകാൻ ഒരു കാരണമാണ്. ഇത്രയും വലിയ മലയൊക്കെ കയറി ഇങ്ങോട്ട് വരണ്ടല്ലോ. അതുകൊണ്ട് ഇവിടം കൊണ്ട് കെട്ടിടങ്ങൾ തീരുവാണേ. താഴെയൊക്കെ ഉണ്ടോ വലിയ മതിലൊക്കെ കാണാം കേട്ടോ. അവിടെയും പണിയാനുള്ള തയ്യാറെടുപ്പായിരുന്നു തോന്നുന്നു. അതിന് മുമ്പ് പൂട്ടിപ്പോയി കാണും. ഇതുണ്ട് അകത്തോട്ടൊക്കെ നോക്കിയാൽ എന്നാ വലിയ മരങ്ങളാണ് നിൽക്കുന്നത്. രാത്രിയിലേക്ക് വന്നാൽ ശരിക്കും ഇവിടെ ഫീവറായിട്ട് തോന്നും കേട്ടോ. ഉണ്ടല്ലേ, എല്ലാം ഒരേ ക്ലാസ് റൂമാണ് ഇതെല്ലാം. ഇവിടെ എല്ലാം മരങ്ങൾ കയറി അടഞ്ഞു. ഇതോടെ സ്റ്റെപ്പൊക്കെ കണ്ടോ, എത്ര ടീച്ചേഴ്സും കുട്ടികളൊക്കെ അതിൽ ഇറങ്ങി വന്നിരിക്കും അല്ലേ. അന്നത്തെ കാലത്തൊക്കെ വലിയ പ്രൗഢമായിട്ട് വന്ന സ്ഥലമായിരിക്കും ഇത്. അതുകൊണ്ടല്ലേ ഒരു കുളമൊക്കെ ഉണ്ടേ. ഇത് ആ പുൽമേടുകളിൽ നിന്നൊക്കെ ഒഴിവരുന്ന വെള്ളം കൊണ്ട് തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കുമേ. ഇതുകൊണ്ട് ഇത് കോളേജിൻ്റെ മുറ്റത്ത് നോക്കിയാൽ കാണുന്ന വ്യൂ ആണേ. എത്ര ഒരു ഹൈറ്റിലാണ് കോളേജ് ഇരിക്കുന്നത് നോക്കിയേ. താഴെ കാണുന്നത് കട്ടപ്പന ഇരട്ടയാർ ഭാഗമൊക്കെയാണേ. ഇത് കട്ടപ്പനയിൽ നിന്ന് നരിയമ്പാറ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് നരിയമ്പാറ 2 കിലോമീറ്ററാണ് ഈ കോളേജിലേക്കുള്ളത്. വഴിയൊക്കെ ചെറിയ ഇടുക്ക് വഴികളാണ് കേട്ടോ. ഏകദേശം 18ഓളം ഹെയർ പിന്ന് വളവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിക്കാനായിട്ട്. ഇതിലെ നല്ല കൊക്കയും ഒക്കെയാണ്. ഇതുകൊണ്ട് ഇതാണ് അങ്ങോട്ടുള്ള വഴി കേട്ടോ. നമ്മളിപ്പോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ആളുകളിവിടെ എങ്ങനെ എത്തിപ്പെട്ടു വന്നു. അപ്പോൾ നമുക്കിതാ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാവേ.